അപ്പോൾ എത്ര തവണ പോയാലും എത്ര കണ്ടാലും മതിവരാത്ത ഒരു കാഴ്ചയാണ് നമ്മുടെ മലമ്പുഴ നമുക്ക് സമ്മാനിക്കുന്നത്. എത്രയെത്ര സഞ്ചാരികളാണല്ലോ ഓരോ ദിവസവും നമ്മുടെ മലമ്പുഴയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മലമ്പുഴ ഗാർഡൻ അടച്ചതിന് ശേഷം 2 ഭാഗത്തേക്കാണ് കൂടുതലായിട്ട് ആളുകൾ വരുന്നത്. ഒന്ന് തെക്കേ മലമ്പുഴയും മറ്റൊന്ന് ആനക്കല വഴി ഈ ഭാഗത്ത് പോകുന്ന കവയുണ്ട. കവ ഒരുപാട് സിനിമകളിൽ നമ്മളെ കണ്ടിട്ടുള്ളൊരു സ്ഥലമാണ് കവ. അപ്പോൾ മഴക്കാലമായാലും വേനൽക്കാലമായാലും ഈ കവയുടെ ഭാഗത്ത് വരെ നല്ല ഭംഗിയാണ് ഗൈസ്. മഴക്കാലത്ത് വേറൊരു വൈബാണെങ്കിൽ വേനൽക്കാലത്തും പ്രത്യേക ഭംഗിയാണ് ഈ കവയിലെ സൺസെറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തെക്കേ മലമ്പുഴയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഇവിടെ നല്ല മഴ കിട്ടുന്ന സമയത്ത് വെള്ളച്ചാട്ടങ്ങൾ കാണാൻ വേണ്ടിയിട്ട് തെക്കേ മലമ്പുഴയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ആ വീഡിയോയുടെ താഴെ കുറേ കമൻറ്റുകൾ വന്നു. കവയുടെ ഭാഗത്ത് ഇപ്പോൾ വാഹനങ്ങൾ കടത്തി വിടുന്നില്ല, സഞ്ചാരികൾക്ക് അവിടെ പ്രവേശനമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബോർഡ് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ സോം കൂടി വന്നിരിക്കുന്നത്. അപ്പോൾ കവയ്ക്ക് പോകുന്ന ഈ ഭാഗത്ത് കണ്ടില്ല ഗൈസ്, നിറയെ വള്ളിപ്പടർപ്പുകൾ ഒരുപാട് പേര് സഞ്ചാരികൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തൂടെയൊക്കെ ഞങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരുപാട് കാറുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ കവയിലേക്കുള്ള സഞ്ചാരം എന്തായാലും തുറന്നു കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ ഞങ്ങളും എന്തായാലും അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ സോം കൂടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന് ഈ കവയുടെ ഈ മെയിനായിട്ടുള്ള ഈ ഭാഗത്തേക്ക് എത്തിയിട്ടാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് നോക്കുമ്പോഴാണ് കവയുടെ ആ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുക. ഒരുപാട് 4-5 പനകളൊക്കെ നിൽക്കുന്ന ആ സ്ഥലമുണ്ടല്ലോ, അത് ഈ ഭാഗത്താണ് കേട്ടോ. അപ്പോൾ കവൻ്റെ ആ ഭാഗത്തും ഒരുപാട് സഞ്ചാരികൾ അവിടെ വന്നിട്ടുണ്ട്. കുറേ പേര് അങ്ങ് അറ്റത്തൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയാണ് മെയിനായിട്ട് കവ നമ്മൾ അടിക്കുമ്പോൾ തന്നെ ഈ പനകളും ഈ ഭാഗമാണല്ലോ നമ്മുടെ ഗൂഗിളിലൊക്കെ വരുന്നത്. അപ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ പാലക്കാടുള്ള കവ. അപ്പോൾ ഇവിടെ സഞ്ചാരികൾക്ക് ഈ വഴി പോകാൻ ഇപ്പോൾ നിയന്ത്രണങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതാണ് ആ ബോർഡ് വെച്ചിരിക്കുന്നത്. ഭാരമേറിയ വാഹനങ്ങൾ ഇതുവഴി പോകുന്നത് നിരോധിച്ചിരിക്കുന്നു എന്നാണ് കേട്ടോ ആ ബോർഡിൽ കണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോയിട്ട് അത് യാഥാർത്ഥ്യമാണോ എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വരികയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എന്താണ്, മഴ കുറച്ച് പാലക്കാട് കുറവായത് കൊണ്ട് തന്നെ വെള്ളം കുറവാണ് കേട്ടോ. അല്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ നിറയെ വെള്ളം വരുന്നതാണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വന്ന് ഒന്നാംപുഴ പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടാ. ഇവിടെയാണ് ഒരുപാട് ആളുകൾ വന്ന് നിൽക്കുന്നത് കാണുന്നത്. ഈ പാലത്തിൻ്റെ അപ്പുറത്താണ് പണി നടക്കണമെന്നാണ് അറിഞ്ഞത് കേട്ടോ. എന്തായാലും നമുക്ക് അവിടെ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ പുഴയിൽ നിറയെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. മീൻ പിടിക്കുന്ന ആളുകൾ ഒരുപാട് പേര് മീൻ അവിടെ പിടിക്കുന്നുണ്ട്. പിന്നെ കുട്ടികളും എന്നാൽ വലിയവരും ഫാമിലി ആയിട്ട് എല്ലാവരും അവിടെ ഇറങ്ങിയിട്ട് അതിൻ്റെ കാഴ്ചകളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ കുട്ടികളൊക്കെ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം അധികം കാണിക്കാത്തത്. കാരണം കോപ്പി റൈറ്റിൻ്റെ പ്രശ്നം വരുന്നതുകൊണ്ടാണ് ആ ഭാഗം കാണിക്കാത്തത്. ചെറിയ കുട്ടികളൊക്കെ ആ ഭാഗത്തുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്, കളിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ഒഴുക്കൊന്നുമില്ല, എന്നാലും ഒരു നല്ല ഫണ്ണാണ് ഇവിടെ വന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മുടെ ആ പാലത്തിൻ്റെ പണി നടക്കുന്ന ആ ഭാഗത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാ. അങ്ങ് ദൂരെ കണ്ടില്ല ഗൈസ്, അവരൊക്കെ മീൻ പിടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ തന്നെ ഉള്ള ആളുകളാണ്. അവർ മീൻ പിടിച്ചിട്ട് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഈ ഭാഗത്താണ് കുറേ കുട്ടികളൊക്കെ കുളിക്കുന്നത് കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ ബ്ലറാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ കവൻ്റെ ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ചകൾ. പിന്നെ ഈ ഒഴുക്കുണ്ടല്ലോ, ഈ ഒഴുക്കിൻ്റെ അവിടെ നിന്ന് മീനുകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ആ മീനുകൾ പിടിക്കുന്നതും ഒക്കെയാണ് ഇവിടെ നിൽക്കുമ്പോൾ കാണുന്നത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ആ പയ്യൻ്റെ കയ്യിലൊക്കെ മീനാണ് കേട്ടോ. കുറച്ച് മീനൊക്കെ കിട്ടിയിട്ട് അവരിങ്ങനെ പോവാണ്. അപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട്, അതായത് മഴക്കാലത്ത് ഈ ഒന്നാംപുഴ പാലത്തിൻ്റെ അവിടെ നല്ല മഴ വരുന്ന സമയത്ത് ഒരുപാട് മീൻ പിടിച്ചിട്ട് ആളുകൾ വിൽക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മീനുകൾ വാങ്ങണമെങ്കിൽ നമുക്ക് ഈ കവയിലേക്ക് വന്നാൽ മതി കേട്ടോ. അവർ പിടിച്ചിട്ട് നല്ല വില കുറവിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ എന്തായാലും ഈ ഒന്നാംപുഴ പാലം കഴിഞ്ഞിട്ട് എലിവാലിലേക്ക് പോകുന്ന ഭാഗത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്താണ്, ഇവിടെയാണ് കേട്ടോ നമ്മുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പുഴയുണ്ടല്ലോ, ഇവിടുന്ന് നമ്മൾ കടക്കുന്ന ആ ഭാഗത്തെല്ലാം ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പുഴയിൽ നിന്ന് പിടിച്ചിട്ട് വരുന്ന മീൻ ഈ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അവർ നമുക്ക് തരുന്നുണ്ട് കേസ്. അപ്പോൾ ഇത്രയധികം നിറയെ മീനുണ്ടായിരുന്നു കേട്ടോ. അതിൽ അയാൾ കൊണ്ടുവന്നതിൽ നിറയെ മീനുണ്ടായിരുന്നു. കണ്ടില്ല, ഈ കാണുന്ന മീനിന് ഒരു 100 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ ഈ താത്തമാർ അത് വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അവർ ആരോ അവിടെ നിന്ന് വാങ്ങിയിട്ട് പോയി. 100 രൂപ എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എത്രയാണെന്ന് കറക്റ്റായിട്ട് എനിക്കറിഞ്ഞില്ല, ഞാൻ ഇവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ ഭാഗത്താണ് ഈ പാലത്തിൻ്റെ ഇവിടെയാണ് എന്തോ ഒരു പാലം ഇടിഞ്ഞ് ഒക്കെ പ്രശ്നം കാരണം ഇവിടെയാണ് കേട്ടോ കേസ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. PWD വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിറയെ കാറുകൾ ഈ ഭാഗത്തേക്ക് വന്നിട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ട്രാവലറൊക്കെ വരുന്നതും കണ്ടു ആ ഭാഗത്ത്. അപ്പോൾ കുറേ ദൂരം നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കുറേ ആളുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാഴ്ചയാണ്. പിന്നെ നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡും മനോഹരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെയാണ് ഈ ഭാഗത്ത് കേട്ടോ. അപ്പോൾ കുറേ ദൂരം നമുക്കിങ്ങനെ കുറേ അറ്റം വരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മലമ്പുഴയിലെ ഏറ്റവും ലാസ്റ്റത്തെ വില്ലേജ് എലിവാലിലേക്ക് എത്താൻ പറ്റും.
അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരം കൂടി ഫ്രണ്ടിലേക്ക് പോയി അവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു ട്ടോ. അവിടുന്ന് ചായയും പക്കോടയൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീണ്ടും ഈ ഭാഗത്തേക്ക് തന്നെ വന്നു ട്ടോ ഗെയ്സ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അടിപൊളിയായിരുന്നു ഇന്നത്തെ യാത്ര. അപ്പോൾ യാത്രാ വിലക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ട്ടോ. ഒരുപാട് വണ്ടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ട്ടോ ഗെയ്സ് ഈ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം ട്ടോ. പിന്നെ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലുള്ള മലമ്പുഴയിലെയും പാലക്കാടിലെയും ഒക്കെ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. ഈ വീഡിയോ ഇഷ്ടമായ എന്തായാലും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ഗൈസ്. പിന്നെ ഈ പുഴയിലൊക്കെ ഇറങ്ങുന്നവരുടെ ശ്രദ്ധയ്ക്ക് കുട്ടികളെയൊക്കെ എന്തായാലും നമ്മൾ ശ്രദ്ധിക്കണം കേസ്. എപ്പോഴാണ് വെള്ളം കൂടി വരിക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ സന്തോഷത്തോടു കൂടി ചെലവഴിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അത് എന്നും സന്തോഷമായി ഇരിക്കട്ടെ, ഒരു അപകടങ്ങളൊന്നും വരാതെ നല്ല രീതിയിൽ നമ്മൾ അവിടെ നിന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ നിൽക്കുക. പിന്നെ കവൻ്റെ ഈ ഭാഗത്ത് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ കണ്ടില്ലേ ഗൈസ്, ഈ ഭാഗത്ത് നിറയെ ആളുകളുണ്ട് ട്ടോ. അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിറയെ ആളുകൾ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ സഞ്ചാരികൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഞങ്ങൾ ഞായറാഴ്ച ദിവസമാണ് കേട്ടോ കവയിലേക്ക് വന്നത്. അതിന് മുമ്പാണ് നമ്മൾ തെക്കേ മലമ്പുഴയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇന്നത്തെ ദിവസവും തെക്കേ മലമ്പുഴയിൽ നല്ല തിരക്കായിരിക്കും. നമ്മുടെ മലമ്പുഴ ഗാർഡൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ, ഞാൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ, ഈ കവൻ്റെ ഈ ഭാഗത്തേക്കും നമ്മുടെ തെക്കേ മലമ്പുഴ ഭാഗത്തേക്കുമാണ് അധികം പേരും വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവിടെയൊക്കെ നല്ല കാഴ്ചകളാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ പാലക്കാട് ഇത്രയധികം മനോഹരമായ സ്ഥലങ്ങൾ ഉള്ളതൊക്കെ നമ്മളും ഈ റീസെൻ്റ് ആയിട്ട് അതേ കുറച്ച് ആയിട്ടുള്ളൂ കേട്ടോ കേസ് ഇവിടെയൊക്കെ വരാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയം ചിലവഴിക്കാൻ മലമ്പുഴ ഗാർഡൻ അടച്ചിരിക്കുന്നു പറഞ്ഞിട്ട് ആരും വരാതിരിക്കരുത്. എല്ലാവരും വരിക. കവയും തെക്കേ മലമ്പുഴയും ഒക്കെ കാണേണ്ട കാഴ്ചകളാണ്. പാലക്കാട് എത്ര കണ്ടാലും മതിവരാത്ത, എത്ര തവണ വന്നാലും മതിവരാത്ത ഒരുപാട് കാഴ്ചകൾ നമ്മുടെ പാലക്കാട് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ പാലക്കാടിലേക്ക് എന്താ പറയുക, ടൂർ വരുന്നവരൊക്കെ ഈ ഭാഗത്തേക്ക് വരിക. പിന്നെ നമ്മൾ മലമ്പുഴ ഗാർഡൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ കാണില്ലേ ഗൈസ്, നിറയെ കുരങ്ങച്ചന്മാർ ഈ ഭാഗത്ത് കുരങ്ങുകളാണ് ട്ടോ. നിറയെ കുരങ്ങന്മാരാണ് ഈ ഭാഗത്തുണ്ടായിരുന്നത്. ഈ കമ്പികളൊക്കെ തൂങ്ങി ഇങ്ങനെ നിൽക്കുന്ന ആ കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നു ട്ടോ. കുറേ നേരം ഞാൻ അവിടെ നിന്നിട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് ഞാൻ തിരിച്ചു പോണത്. എന്തായാലും ഇന്ന് വന്നത് നല്ല വർത്തായി. ഞങ്ങൾ നല്ല സമാധാനത്തോടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാണ്ട് ഗൈസ്. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.